നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യുന്നവരല്ലേ? അപ്പോൾ നമ്മൾ അതിനൊപ്പം കേൾക്കുന്ന ഒരു വാക്ക് കൂടിയാണ് GST എന്നുള്ളത്. പക്ഷേ നമ്മൾ എന്തിനാണ് GST കൊടുക്കുന്നത്, അല്ലെങ്കിൽ GST എന്താണ് എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് GST എന്താണെന്ന് നോക്കാം. പക്ഷേ GST എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ടാക്സ് എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമേ GSTയെ കുറിച്ച് ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ടാക്സിലോട്ട് കടക്കാം. ഒരു രാജ്യത്തിന്റെ പബ്ലിക്കിന്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് സർക്കാർ ഈടാക്കുന്ന തുകയുടെ പേരാണ് ടാക്സ്. നമ്മുടെ രാജ്യത്ത് നിരവധി ടാക്സുകളുണ്ട്. ഇൻകം ടാക്സ്, GST, കസ്റ്റം ഡ്യൂട്ടീസ് എക്സെട്ര. എന്നാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടാക്സ് ആണ് GST. പക്ഷേ GST വരുന്നതിന് മുമ്പ് നമ്മൾ കുറേയധികം ടാക്സുകൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കണം. മെയിൻ ആയിട്ടും ഇവിടെ 2 ടാക്സുകളായിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, 2 ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ, അതായത് എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാർ ഗവൺമെന്റിന് നേരിട്ട് പേ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഇതൊക്കെയാണ്. അടുത്തത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അത് ഒരു തേർഡ് പാർട്ടി വഴിയാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ ആ കടക്കാരനായിരിക്കില്ല, അല്ലെങ്കിൽ ആ കടയിലായിരിക്കില്ല നമ്മൾ പേ ചെയ്യുന്നത്. GST അടക്കം എന്താണെങ്കിലും, എന്ത് ടാക്സ് ആണെങ്കിലും കടയിലേക്കാണ് നമ്മൾ പേ ചെയ്യുന്നത്. അവർ മുഖേനയാണ് ഗവൺമെന്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഈ ഇൻഡയറക്റ്റ് ടാക്സിൽ 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്നതും ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പോകുന്നതും. ഈ പറഞ്ഞതിൽ തന്നെ നിരവധി സബ് ഡിവിഷൻസും ഉണ്ട്. അപ്പോൾ മെയിൻലി GST കടന്നു വന്നപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിനെയാണ് മൊത്തത്തിലെടുത്ത് മാറ്റിയത്. ഫുള്ളി മാറ്റിയിട്ട് അവിടേക്കാണ്, അതായത് ഇൻഡയറക്റ്റ് ടാക്സിലേക്കാണ് റീപ്ലേസ് ആയത്. ആര്? GST. നമ്മൾ നേരിട്ട് അടയ്ക്കുന്ന ഡയറക്റ്റ് ടാക്സ് അത് ഇപ്പോഴും പഴയ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാറ്റം സംഭവിച്ചത് ഇൻഡയറക്റ്റ് ടാക്സ് GST ആയെന്ന് മാത്രമേ ഉള്ളൂ. 1 നേഷൻ 1 മാർക്കറ്റ് 1 കൺട്രി എന്ന ലക്ഷ്യത്തോടെയാണ് GST കൊണ്ടുവന്നത്. എല്ലാ ടാക്സിനെയും ഏകോപിച്ചുകൊണ്ട് ഒരൊറ്റ ടാക്സ്, അതാണ് GST. GSTയിൽ തന്നെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് GST കാണാൻ പറ്റും. CGST, IGST, SGST. CGST എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്ന GSTയുടെ കമ്പോണന്റ് ആണ്. SGST എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കുള്ളതാണ്. IGST എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് GST ആണ്. ഈ IGST എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് GST ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് 2 സ്റ്റേറ്റുകൾ തമ്മിൽ കച്ചവടം നടക്കുമ്പോൾ, അതായത് ട്രേഡ് നടക്കുമ്പോൾ യൂസ് ചെയ്യുന്ന GST ആണ് IGST എന്ന് പറയുന്നത്. GST വരുന്നതിന് മുമ്പ് ടാക്സ് അടച്ചിരുന്ന ബിസിനസ്സുകളെല്ലാം ടിൻ രജിസ്ട്രേഷൻ ചെയ്തിരുന്നു. ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പറും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ GST വന്നതിന് ശേഷം ആരാണ് GST രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. ഇയർലി 20 ലക്ഷം ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ്സിന് മാത്രമേ GST നമ്പർ എടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ബില്ലിലും GST ചാർജ് ചെയ്യാനും പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി നമുക്കൊരു ബില്ല് കിട്ടുന്നു. ആ ബില്ല് നമ്മൾ GST നോക്കിയിട്ട് ഈ GST ചാർജ് ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഈ GST എത്രത്തോളം ഇത്ര ഹൈയസ്റ്റ് ആവുന്ന എന്തുകൊണ്ടാണെന്നൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷെ അതൊക്കെ നോക്കിയിരിക്കണം. ഇതൊക്കെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ എല്ലാ ബില്ലിലൊന്നും GST ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു സ്കീം ഓഫർ ചെയ്തിട്ടുണ്ട്. GST കോമ്പൻസേഷൻ സ്കീം ഓഫർ ചെയ്തിട്ടുള്ളവർക്ക് ബില്ലിൽ പിന്നെ GST ചാർജ് ചെയ്യാൻ പറ്റില്ല. 1.5 കോടിക്ക് താഴെ ടേൺ ഓവർ ഉള്ള ഒരു ടാക്സ് പേർക്ക് ഈ സ്കീം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്കീം എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കുന്ന ബില്ലിൽ പിന്നെ GST ചാർജ് ചെയ്യാൻ പാടില്ല. ഇതറിയാനായിട്ട് GST പോർട്ടലിൽ സെർച്ച് ടൂൾ ഉണ്ട്. അവിടെ ബില്ലിന്റെ GST IN നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് റെഗുലർ ആണോ അല്ലെങ്കിൽ സ്കീം എടുത്തിട്ടുള്ള ടാക്സ് പെയർ ആണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതുവഴി ആരും പറ്റിക്കപ്പെടില്ല. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനും ഗുണവും ദോഷവും ഉണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകൾക്കായി SLBS മാർക്കൻസ് ഫോളോ ചെയ്യൂ.